KSRTC ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അതേസമയം മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് ഇപ്പോൾ കേസിലെ പ്രതി. 2024 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പാളയത്ത് വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഉപയോഗിച്ച് KSRTC ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കുതർക്കം ഉണ്ടായി എന്നുമാണ് കേസ്. ഇതിൽ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവിന്റെയും പേരുകൾ മാത്രം കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി? എന്തുകൊണ്ട് മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ പേര് ഒഴിവാക്കിയില്ല? അപ്പോൾ ഈ ഒഴിവാക്കലിൽ സർക്കാരിന് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇമേജിന് കോട്ടം വരരുതെന്ന ലക്ഷ്യത്തോടെയാവണം ഇപ്പോൾ ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കോടതി നേരിട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചെടുത്ത കേസിലെ കുറ്റപത്രത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ മാറ്റുന്നത്? ഇവരുടെ പേര് മാറ്റിയാൽ ആ കേസ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അല്ലെങ്കിലും സർക്കാരിന്റെ കയ്യിലെ പാവകളാണല്ലോ കേരള പോലീസ്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. സർക്കാരിന്റേത് എന്തുകൊണ്ടും വളരെ നല്ല നീക്കം തന്നെ. ഇതിലൂടെ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. പോരാത്തതിന് സംഭവം നടന്ന അന്നത്തെ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നോക്കിയപ്പോൾ അതിലെ മെമ്മറി കാർഡ് കാണാതായതും വലിയ വിവാദമായിരുന്നു. മെമ്മറി കാർഡ് മേയർ മനഃപൂർവ്വം മാറ്റിയതാവാമെന്ന സൂചനയുമുണ്ട്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എങ്കിലും ഇതുവരെ മെമ്മറി കാർഡ് കാണാതായ കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. എന്നാൽ KSRTC ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ പോവുകയാണ്. മേയർ നൽകിയ പരാതിയിലെടുത്ത കേസിലാണ് യദുവിനെതിരെ കുറ്റപത്രം നൽകുക. മേയറെയും മറ്റുള്ളവരെയും അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നാരോപിച്ച് മ്യൂസിയം പോലീസാണ് കുറ്റപത്രം നൽകുന്നത്. എന്തൊരു ഇരട്ട നീതിയാണിത്! വണ്ടി വട്ടം വെച്ച് തർക്കമുണ്ടാക്കിയവർക്കെതിരെ നടപടികളില്ല. കേസിലെ പ്രധാന ആളുകളാണ് അവർ. അവരുടെ പേരുകൾ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കി. എന്നാൽ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നാരോപിച്ച് യദുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. അല്ലെങ്കിലും ഇടതുപക്ഷ സർക്കാരിന് KSRTC ഉദ്യോഗസ്ഥരോട് ഒരു വേർതിരിവുണ്ടെന്ന് കഴിഞ്ഞ 2 പിണറായി സർക്കാരിന്റെ സമയത്തും തെളിയിച്ചതാണ്. കൃത്യമായ ശമ്പളം നൽകാതെ എത്ര നാളാണ് KSRTC ജീവനക്കാരെ നെട്ടോട്ടം ഓടിച്ചത്? ഈ സംഭവത്തിൽ ആ വേർതിരിവ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. തെറ്റ് ചെയ്തത് CPMന്റെ മേയറോ MLAയോ മന്ത്രിയോ ആണെങ്കിൽ അതിൽ ഇരയായവർക്കെതിരെയാകും കേസെടുക്കുക. പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ സർക്കാരിൻ്റെത്.